ദൈവനാമത്തിന് മഹത്വം. വീണ്ടും നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടുവാൻ ദൈവം, സർവശക്തനായ ദൈവം നമുക്ക് അനുവദിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ലോകം വളരെ പരിഭ്രാന്തിയിലായിരിക്കുന്നു. ലോകജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മുടെ പ്രത്യാശ പുതുക്കുന്ന നാളുകളായിട്ടാണ് ഈ ദിവസങ്ങൾ ഇരിക്കുന്നത്. ദൈവം നമ്മെ മാടി വിളിക്കുകയാണ്, എൻ്റെ സന്നിധിയിൽ വരിക, എന്നോട് ചേർന്നിരിക്കുക, എൻ്റെ ഹൃദയം ഞാൻ പകരുവാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഇംഗിതങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തെ ചൊടിപ്പിക്കുക, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ ഉദ്ദേശം നിറവേറ്റി നിങ്ങളുടെ ജീവിതം സാഫല്യമാക്കുക എന്ന് ദൈവം നമ്മളെ മാടി വിളിക്കുന്ന സന്ദർഭമായിട്ട് ഈ ദിവസങ്ങളെ നാം കാണേണ്ടതാണ്. പരിഭ്രാന്തിയുടെ ദിവസമാണ് ലോകജനങ്ങൾക്ക്. എന്നാൽ നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാനും ഇതുവരെ നഷ്ടപ്പെടുത്തിയ സമയങ്ങൾ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ദൈവത്തിന്റെ ശക്തിയാൽ നിറഞ്ഞ്, വചനത്താൽ നിറഞ്ഞ്, ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ക്രിസ്തീയ ജീവിതത്തിലെ മൂന്ന് തലങ്ങളെ പറ്റി നാം ചിന്തിക്കുകയായിരുന്നു. നാം ഒക്കെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നാം ദൈവ മക്കളായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് അനേക മക്കളുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സകല ഭാഷയിലും എല്ലാ ഗ്രൂപ്പിലും ദൈവത്തിന്റെ മക്കൾ എന്ന് അഭിമാനിക്കുന്ന അനേകർ ഉണ്ട്. പല സഭാ വിഭാഗങ്ങളായിട്ടാണ് അവർ കാണപ്പെടുന്നത് എന്നുള്ളത് വാസ്തവമാണ്. എന്നാലും ദൈവത്തിന്റെ മക്കൾ എന്ന് അഭിമാനിക്കുന്നവർ അനേകരുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് വെറും മക്കളായിട്ടിരിക്കണമെന്നല്ല, അവന്റെ ശിഷ്യന്മാരായി തീരണം, അവന്റെ കൽപ്പനകൾ അനുസരിക്കണം, മറ്റുള്ളവരെ അവൻ നമ്മെ സ്നേഹിച്ചുള്ളവരെ മറ്റുള്ളവരെ സ്നേഹിക്കണം. അപ്പോൾ ലോകം അറിയും നമ്മൾ അവന്റെ ശിഷ്യന്മാരാണ്. എനിക്കൊരു സാക്ഷ്യമുണ്ട്, ഞാൻ കർത്താവിന്റെ പൈതലാണ്. എന്നാൽ നമ്മെക്കുറിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ സമുദായം പറയണം, ഇദ്ദേഹം യേശു കർത്താവിന്റെ ശിഷ്യനാണ്. ആ രീതിയിൽ നമ്മുടെ ജീവിതം ഉയർന്നെങ്കിൽ മാത്രമേ ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ. ദൈവത്തിന് അനേക മക്കളുണ്ട്, എന്നാൽ കുറച്ച് ശിഷ്യന്മാരേ ഉള്ളൂ. ശിഷ്യന്മാർ കുറച്ച്, അനേക മക്കളുണ്ട്. എന്നാൽ കൽപ്പന അനുസരിക്കുവാൻ, കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ച്, മറ്റുള്ളവരെ തന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിച്ച് യേശു കർത്താവിന്റെ ജീവിതത്തിൽ അനുകരിക്കുവാൻ ശ്രമിക്കുന്നവർ കുറച്ചു പേരെയുള്ളൂ. എന്നാൽ ആ ലെവലും പോരാ. ദൈവം ആഗ്രഹിക്കുന്ന അവിടുന്ന് ഒരു മൂന്നാമതൊരു ലെവലിലേക്ക് ഉയരണം. അത് യോഹന്നാൻ 15:14 കർത്താവ് പറയുകയാണ്, ഇനി ഞാൻ നിങ്ങളെ ശിഷ്യന്മാരെന്ന് വിളിക്കുന്നില്ല, ഇനി ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. കാരണം ഞാൻ പിതാവിൽ നിന്ന് കേട്ടത് ഒക്കെ നിങ്ങളോട് പറഞ്ഞു, ഒരു രഹസ്യവുമില്ല. എന്റെ രഹസ്യം പകർന്ന് നാം അവനുമായിട്ടുള്ളൊരു വലിയ സൗഹൃദ ബന്ധത്തിൽ, ഇന്റിമസി, ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരണം. സകലരും വരണം എന്നാണ് ദൈവം കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ ലെവലിലേക്ക് നാം വരണമെങ്കിൽ അതൊരു വലിയ പ്രോസസ്സാണ്. വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നാം മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിച്ചു വായിച്ചാൽ, ശിഷ്യന്മാരോട് പറയുകയാണ്. എന്താ? മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ശിഷ്യന്മാരെന്ത് ചെയ്യണം? ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സകല ലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? 26-ാമത്തെ വാക്യം. സാധാരണ എല്ലാവരും ആ വാക്യം മിസ്കോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണ എല്ലാവരും പറയുന്നത് ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്നാണ് സാധാരണ കേൾക്കാറുള്ളത്. എന്നാൽ കർത്താവ് പറഞ്ഞ ആത്മാവിനെ കുറിച്ചല്ല.
ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ശിഷ്യന്മാരോടാ പറയുന്നത്. ശിഷ്യന്മാർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാണ്. നമുക്കറിയാവുന്ന നേരെ പത്രോസ് നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവാണ് വെളിപ്പെടുത്തിയതെന്ന് പറഞ്ഞ് അവനെ ദൈവത്തിന്റെ പൈതലാക്കിയ ആ കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെയുള്ള കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. എന്താ പറയണം? എന്താ? നിങ്ങളുടെ ജീവൻ കൊണ്ട് ഒന്നിൽ ലോകത്തെ നേടാൻ കഴിയും, അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ക്രിസ്തുവിനെ നേടാൻ കഴിയും. ഒന്നുകിൽ ഞാൻ ലോകത്തെ നേടാം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നേടാം. ഈ ജീവിതം കൊണ്ട് ഞാൻ ലോകത്തെ നേടിയാൽ കർത്താവ് പറയുന്നു, എന്താ പറയുന്നത്? എന്റെ നിമിത്തമായ ഒരുത്തൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ ജീവൻ കൊണ്ട് ഈ സകല ലോകത്തെ നേടിയാലും ഒരു പ്രയോജനവുമില്ല. അതേസമയത്ത് എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. അപ്പം ഒരു ശിഷ്യൻ ചെയ്യേണ്ടത് എന്താണ്? തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് ദിനവും അവനെ അനുഗമിക്കുക. രണ്ടുപേർ, ഹൗ ക്യാൻ ടു വാക്ക് ടുഗദർ അൺലെസ് ദേ ആർ എഗ്രീഡ്? രണ്ടുപേർ ഒത്തിട്ടല്ലാതെ എങ്ങനെ കൂടെ പോകാൻ കഴിയും? ആമോസിന്റെ പ്രവാചകനോ ചോദിക്കുകയാണ്. സോ എഗ്രിമെന്റ്, വാക്കിംഗ് വിത്ത് ദ ലോർഡ് ഇൻ എഗ്രിമെന്റ് വിത്ത് ഹിം. യേശു കർത്താവിന്റെ പാത തെരഞ്ഞെടുത്ത് അവന്റെ വഴി നടക്കുക. ഇന്നലെ നാം പറഞ്ഞല്ലോ, എന്റെ നുഖമേറ്റ് എന്നോട് പഠിച്ചുകൊള്ളുക. അങ്ങനെ ദൈവത്തിന്റെ സൗഹൃദം സമ്പാദിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് സകലരും വരേണ്ടത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ സകലവും ആ സൗഹൃദം യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യാക്കോബ് 5:17-18 വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്യുകയും ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഈ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. ഏലിയാവിനെ കുറിച്ചും നമുക്ക് പല കാര്യങ്ങൾ അറിയാം. ദൈവത്തിന് വേണ്ടി വളരെ ധീരമായി നിന്ന ഒരു പ്രവാചകൻ, താൻ മാത്രമേ ഉണ്ടായിരുന്നു എന്ന് താൻ ചിന്തിച്ച കാലത്തും ദൈവത്തിന് വളരെ തീഷ്ണതയോടെ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച ഒരു ശ്രേഷ്ഠ ദൈവദാസനാണ് ഏലിയാവ്. ഏലിയാവിനെ കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ അവസാനത്തെ 2 വാക്യങ്ങൾക്ക് മുകളിൽ യാക്കോബ് തന്റെ ലേഖനത്തെ അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പിൽ എഴുതിയിരിക്കുകയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്യുകയും ഭൂമിയിൽ ധാന്യം വിളയുകയും ചെയ്തു. നമുക്ക് ഏലിയാവിന്റെ ചരിത്രം അറിയാം. ഏലിയാവ് നമ്മെ സമസ്വഭാവം ഉള്ള മനുഷ്യൻ, സമസ്വഭാവം. തമിഴ് വായിക്കുകയാണെങ്കിൽ നമ്മെ പോലെ പാടുള്ള മനുഷ്യൻ, നമ്മെ പോലെ കഷ്ടപ്പാടുള്ള ഒരു മനുഷ്യൻ. സ്വഭാവം മാത്രമല്ല, കഷ്ടപ്പാടുള്ള ഒരു മനുഷ്യൻ. ഗ്രീക്ക് വായിക്കുകയാണെങ്കിൽ ഹോമിയോപാത്ത്, ലൈക്ക് സഫറിങ്. നാം കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെട്ടു. ഏലിയാവിന് വിശക്കുമായിരുന്നു, ഏലിയാവിന് ദാഹിക്കുമായിരുന്നു, ഏലിയാവിന് ഉറക്കം വരുമായിരുന്നു. സകല രീതിയിലും ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഏലിയാവ്. നമ്മുടെ സമസ്വഭാവം എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ്. He was an ordinary man. Nothing extraordinary about him. He was just an ordinary man. എന്നാൽ അവൻ
ദേശത്ത് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. നമുക്കറിയാം നമുക്കറിയാം ഏലിയാവിന്റെ കാര്യം നമ്മൾ വായിക്കുന്നത് 1 രാജാക്കന്മാർ 17 അധ്യായത്തിലാണ്. 1 രാജാക്കന്മാർ 17 അധ്യായം. 1 രാജാക്കന്മാർ 17 അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മളെ ഇങ്ങനെ വായിക്കുന്നു. 1 രാജാക്കന്മാർ അതിന്റെ 17ന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ ശ്രമിക്കുന്നു. 1 രാജാക്കന്മാർ 17ന്റെ 1. നമുക്കിങ്ങനെ വായിക്കാം. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബനായ ഏലിയാവ് ആഹാബിനോട്, രാജാവിനോട് പറയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ഈ വാക്യം വായിക്കുമ്പോ അവിടെ ഏലിയാവ് പ്രാർത്ഥിച്ചെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഏലിയാവ് പ്രാർത്ഥിച്ചെന്നൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ യാക്കോബ് തന്നെ ലേഖനം എഴുതുമ്പോൾ യാക്കോബ് പറയാണ്, എന്താ പറയുന്നു? മഴ പെയ്യരുത് എന്ന് ഏലിയാവ് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. അപ്പോ ഈ നമ്മള് ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ പ്രസക്തമായിട്ട് എഴുതിയിട്ടില്ല. എന്താ എഴുതിയിട്ടില്ല? ഏലിയാവ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പറഞ്ഞത്. പക്ഷെ ഏലിയാവ് എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യയില്ല എന്ന് ഈ രാജാവിനോട് ഉറച്ചു പറയുകയാണ്. എന്തൊരു ധൈര്യമാണ്, എന്തൊരു ധൈര്യമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇന്നലെ നമ്മൾ കേട്ടതുപോലെ യെശയ്യാ 45-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം എന്താ പറഞ്ഞത്? വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിച്ചു കൊള്ളുക. ഏലിയാവ് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, വരുവാനുള്ളത് എന്താണ്? ഏലിയാവിനോട് ദൈവം പറഞ്ഞു, 3.5 വർഷം മഴ വരില്ല. ഏലിയാവിന് ധൈര്യമായി ഉറച്ചു. ധൈര്യമായിട്ട് രാജാവിന്റെ അടുത്ത് പോയി പറയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഴ പെയ്യില്ല. കാരണം എന്താ? ഏലിയാവിനോട് ദൈവം പറഞ്ഞു, എന്ത് പറഞ്ഞു? നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. ഓർക്കുന്നുണ്ടോ മോശയോട് പറഞ്ഞത്? പുറപ്പാട് 33:17, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. ഇതാണ് മനസ്സിലാക്കുക. ദൈവത്തിന്റെ ഇംഗിതം അവൻ മനസ്സിലാക്കി, ദൈവത്തിന്റെ ഹിതം അവൻ മനസ്സിലാക്കി. ഏലിയാവ് മറ്റുള്ള പ്രവാചകന്മാരെ പോലെ ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. അബ്രഹാമിനെ കുറിച്ച് സ്നേഹിതൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ എല്ലാ പ്രവാചകന്മാരും ദൈവത്തിന്റെ സ്നേഹിതന്മാരായിരുന്നു. കാരണം എന്താണ്? ആമോസ് 3:7 നമ്മൾ വായിച്ചല്ലോ. എന്താ വായിച്ചു? യഹോവയായ കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കാര്യം പറയാതെ ഒന്നും ചെയ്യുകയില്ല. ദൈവം തന്റെ ദാസന്മാരോട്, പ്രവാചകന്മാരോട് ഹൃദയം തുറന്ന് കാര്യം പറയും. ആരോടാ കാര്യം പറയുന്നത്? സ്നേഹിതന്മാരോട്. നമ്മൾ രഹസ്യം പറയുന്ന എല്ലാവരോടുമാണോ? രഹസ്യം പറയുന്നത് എങ്ങനെയാ? വളരെ ഒരു ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ആളുകളെ വിളിച്ച് വളരെ രഹസ്യമായിട്ട് ഗൂഢമായിട്ടാണ് രഹസ്യം പറയുന്നത്. പബ്ലിക്കിൽ പോയി ആരും രഹസ്യം പറയുകയില്ല. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ രഹസ്യ ശബ്ദം കേൾക്കണമെങ്കിൽ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് സ്വർഗത്തിലെ പിതാവിനോട് അപേക്ഷിക്കാനാണ് പറഞ്ഞത്. ദൈവത്തിന്റെ ശബ്ദം ഇന്ന് കേൾക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിലേ സാധിക്കുകയുള്ളൂ. അറയിൽ കടന്ന് വാതിലടച്ച് ആരും എങ്കിൽ മാത്രമേ ദൈവം രഹസ്യം പറയുകയുള്ളൂ. അങ്ങനെയായിരുന്നു ഏലിയാവ് ചെയ്തിരുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ഏലിയാവ് 18-ാം അധ്യായത്തിൽ ഏലിയാവിനെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയും. യോഹന്നാൻ 11-ാം അധ്യായത്തിന്റെ 41-42 വാക്യങ്ങളിൽ യേശു കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് പറയുകയാണ്. എന്താ പറയുന്നത്? പിതാവേ, നീ എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് ഈ യേശു കർത്താവിന്റെ അത്ഭുതങ്ങളെല്ലാം അവൻ രഹസ്യമായി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മറക്കരുത്, അവൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അവൻ അനേകം മണിക്കൂറുകൾ തനിയാ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒത്ത് അവൻ പ്രാർത്ഥിക്കുക പതിവില്ലായിരുന്നു. നമുക്കറിയാം, എബ്രായ ലേഖനം 5:7 നാം വായിക്കുന്നു, അവൻ ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യേശു കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതം ചുരുക്കി
എബ്രായ ലേഖനക്കാരൻ നമുക്ക് എഴുതിയിരിക്കുകയാണ്. എങ്ങനെ അവൻ പ്രാർത്ഥിച്ചത്? ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ. അങ്ങനെ ഒരു പ്രാർത്ഥന ഉള്ള ഒരു വ്യക്തിയോട് മാത്രം. യേശു കർത്താവ് ദൈവമല്ലേ, പിന്നെന്തിനാ പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ദൈവം അവൻ മനുഷ്യനായി വന്നപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് മാതൃക കാണിച്ചു തരിക. എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് അവൻ മാതൃക കാണിച്ചോക്കാം. അല്ലാതെ ദൈവമായതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ അവൻ നമ്മുടെ പകരക്കാരനായിട്ട് ഇവിടെ വന്ന ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് അവൻ ജീവിച്ചത്. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് മാതൃക കാണിക്കുവാൻ വേണ്ടിയാണ് അവൻ അന്ന് അനേക മണിക്കൂറുകൾ അവൻ ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ പ്രാർത്ഥിച്ചത്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ കണ്ണിൽ കണ്ണീര് വരാറുണ്ടോ? ഉറച്ച നിലവിളിയോടുണ്ടോ? ഇല്ലെങ്കിൽ നാം ഉയരേണ്ടതുപോലെ ഉയർന്നിട്ടില്ല. നമുക്ക് കർത്താവ് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് രഹസ്യ അറയിൽ കയറിയിരുന്നുകൊണ്ട് കർത്താവിനോട് പറയാം. കാരണം എങ്കിൽ മാത്രമേ ദൈവം ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ദൈവം ഉദ്ദേശിക്കുന്നുവോ ആ ലെവലിൽ നമുക്ക് ഉയരുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട ഹൃദയമാണ്. ആണുങ്ങൾക്ക് കണ്ണീര് വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സഹോദരിമാർക്ക് ദൈവം ഒരു പ്രത്യേക കൃപ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ദൈവസന്നിധിയിൽ പോയിരുന്ന് ആ കണ്ണുനീരുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒഴുക്കുക. സഹോദരന്മാരെ, ഞാനൊരു കാര്യം പറയാം. നമുക്കൊരു തകർന്ന ഹൃദയം ഉണ്ടാകണം. ആ തകർന്ന ഹൃദയം ദൈവാത്മാവാണ് നമുക്ക് തരുന്നത്. നമ്മെ തന്നെ സൃഷ്ടിക്കുവാൻ ഒക്കുകയില്ല. ആ തകർച്ച, ആ കണ്ണുനീര് ദൈവം നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കാം. ഏലിയാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ഏലിയാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് 1 രാജാക്കന്മാർ 18:42 വായിക്കുന്നു. നമുക്ക് അതിനെക്കുറിച്ച് അങ്ങോട്ട് പോയി വായിക്കാം. അവിടെ വായിക്കുന്നത് അവൻ 1 രാജാക്കന്മാർ 18:42 എന്താ എങ്ങനെ വായിക്കുന്നത്? ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ 1 രാജാക്കന്മാർ 18:42 ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് തന്റെ മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ഫിസിക്കൽ പ്രോസ് ആണ് കാണിക്കുന്നത്. ശാരീരികമായി അവന്റെ ശരീരഘടന എങ്ങനെയായിരുന്നു നമ്മുടെ കാണിക്കുന്നത്? എങ്ങനെയാ കാണിക്കുന്നത്? ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞാനൊരു വലിയ കാര്യം മനസ്സിലാക്കി. ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? കുറുമ്പരുടെ ഇടയിൽ ചെന്നപ്പോഴാണ്. ഏലിയാവ് അങ്ങനെ തലയുടെ മധ്യത്തിൽ ഈ മുട്ട് വെച്ച് മുട്ടിന്റെ ഇടയിൽ തല വെച്ച് പ്രാർത്ഥിക്കുന്നത്, അതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായത് ഞാൻ കുറുമ്പരുടെ ഇടയിൽ ചെന്നപ്പോഴാണ്. ഈ കുറുമ്പ സ്ത്രീകൾ പ്രസവിക്കുന്നത് ഇരുന്നുകൊണ്ടാണ്. നമ്മള് ഈസ്റ്റേൺ കക്കൂസിലിരിക്കുമല്ലോ, ആ ഇരിക്കുന്ന ഒരു പൊസിഷൻ ഇരുന്നുകൊണ്ടാണ് അവര് പ്രസവിക്കുന്നത്. അവരുടെ ഓരോ ഗ്രാമത്തിലും ഒരു 2 അടി വ്യാസമുള്ള ഒരു പിത്തള പാത്രം ഉണ്ടായിരിക്കും. എല്ലാ ഗ്രാമത്തിലും, കുറുമ്പരുടെ ഗ്രാമത്തിൽ 2 അടി വ്യാസമുള്ള ഒരു പിത്തള പാത്രം. ആ പിത്തള പാത്രത്തിന്റെ മുമ്പിൽ അവർ നമ്മുടെ ഈസ്റ്റേൺ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലെ അവർ ഇരുന്നു കൊണ്ടാണ് പ്രസവിക്കുന്നത്. ഇരുന്നു കൊണ്ട് പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് വെളിയിൽ വരാൻ വേണ്ടി തല കുനിച്ച് മുട്ടിന്റെ ഇടയിൽ തല വെച്ച് ആണ് ആ കുഞ്ഞ് വെളിയിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഏലിയാവ് പ്രാർത്ഥിച്ചത് പ്രസവ വേദനപ്പെട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചത് പ്രസവ വേദനപ്പെട്ടായിരുന്നു. ഞാൻ ഈ പാഠം പഠിച്ചത് കുറുമ്പരുടെ പ്രസവ കാര്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ്. അവരെന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഞങ്ങളുടെ പാരമ്പര്യം. കുഞ്ഞുങ്ങള് കിടന്ന് പ്രസവിക്കുന്നത് ഈ വെസ്റ്റേൺ ടൈപ്പാണ്. അങ്ങനെയല്ല, ഞങ്ങൾ ഇന്നും ഇരുന്നു കൊണ്ടാണ് പ്രസവിക്കുന്നത്. ഞാൻ വേദോസം വായിച്ചു, എനിക്ക് വലിയൊരു അതിശയം തോന്നി. എന്താണെന്നറിയാമോ? എബ്രായ സ്ത്രീകളും
അങ്ങനെ തന്നെയായിരുന്നു, ഇരുന്നു കൊണ്ടായിരുന്നു പ്രസവിച്ചിരുന്നത്. നിങ്ങൾക്കറിയാമോ അത്? അറിയത്തില്ലെങ്കിൽ നോക്കിക്കോ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം, പുറപ്പാട് 1-ന്റെ 16 വാക്യം. പുറപ്പാട് 1-ന്റെ 16 വാക്യം. പുറപ്പാട് 1-ന്റെ 16 വായിച്ചേ. പുറപ്പാട് 1-ന്റെ 16. മലയാളം വായിച്ചാൽ മനസ്സിലാകത്തില്ല. മലയാളത്തിൽ ഒത്തിരി തർജിമയുടെ വികലതയുണ്ട്, അത് മനസ്സിലാക്കണം. ഇവിടെ 16 വാക്യം, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂര്യകർമ്മിണിയിൽ ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ, പ്രസവശയ്യ എന്നാണ് മലയാളത്തിൽ എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷ് ഉണ്ടോ? ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കി. ബർത്ത് സ്റ്റൂൾ, ബർത്ത് സ്റ്റൂൾ എന്നാണ്. ഞാൻ എബ്രായ ഭാഷ വായിച്ചു നോക്കി. ആ വാക്ക് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഓബേൻ എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം സ്റ്റൂൾ എന്നാണ്. സ്റ്റൂളേൽ, ഒരു സ്റ്റൂളേൽ ഇരുന്നു കൊണ്ടാണ് എബ്രായ സ്ത്രീകൾ പ്രസവിച്ചിരുന്നത്. ആ സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചിട്ട് സ്റ്റൂളിൽ ഇരുന്നുകൊണ്ട് ആ സ്റ്റൂളിന്റെ മുമ്പിൽ ബെഞ്ച് പോലെ ഒരു സാധനം നീട്ടിയിരിക്കും. അതിന്റെ ഒരറ്റത്ത് ഈസ്റ്റേൺ കക്കൂസിൽ നമ്മൾ ഇരിക്കുന്ന ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ടാണ് എബ്രായ സ്ത്രീകൾ ആ കാലത്ത് പ്രസവിച്ചുകൊണ്ടിരുന്നത്. ഈ കാലത്തെല്ലാം വെസ്റ്റേണൈസ്ഡ് ആയോ എനിക്കറിയാൻ വയ്യ, ഈ കാലത്ത് എങ്ങനെ നടന്നു. ഏതായാലും ആ കാലത്ത് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഏലിയാവ് തന്റെ തല മുട്ടിന്റെ ഇടയിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏലിയാവ് പ്രസവവേദനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് പ്രസവവേദനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ, മനം കശങ്ങി പ്രാർത്ഥിക്കുവാൻ, പ്രസവവേദനയെ കുറിച്ച് ഞാൻ വായിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് അനുഭവമില്ലല്ലോ. ഏറ്റവും വലിയ വേദനയുള്ള ഒരു അനുഭവമാണ് പ്രസവവേദന എന്ന് കേട്ടിട്ടുണ്ട്. അത് വിവരിക്കുവാൻ കഴിയാത്ത ആ വേദന വളരെ പ്രയാസകരമാണ്. എന്നാൽ കുഞ്ഞു ജനിച്ചു കഴിയുമ്പോൾ ആ വേദന മറക്കുവാനുള്ള ഭാഗ്യം ദൈവം സഹോദരിമാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത്? ഏലിയാവ് പ്രസവവേദനപ്പെട്ട് പ്രാർത്ഥിച്ചു, കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു, മനസ്സ് തകർന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം എന്നാണ് യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. എബ്രായർ 5-7 അവൻ എങ്ങനെ പ്രാർത്ഥിച്ചത്? ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ പ്രാർത്ഥിച്ചു. അവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നവനെ, പിശാചിന്റെ ആഗ്രഹം അവൻ കുരിശിൻ അവൻ പോകാൻ പാടില്ല. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കണമെന്ന്, യേശു കർത്താവിനെ ഇല്ലാതാക്കണമെന്ന് പിശാച് ശ്രമിച്ചു. ഓർക്കുന്നുണ്ടല്ലോ, കുഞ്ഞായപ്പം ഹേരോദാവ് അവനെ കൊല്ലാൻ ശ്രമിച്ചു. പിന്നെ അവിടെ നമുക്ക് തന്റെ ഗ്രാമത്തിൽ വന്നപ്പോൾ മലയിൽ നിന്ന് പിടിച്ച് തള്ളാൻ ശ്രമിച്ചു. അങ്ങനെ പല പ്രാവശ്യം യേശു കർത്താവിനെ എങ്ങനെയെങ്കിലും അവനെ കുരിശിന്റെ അനുഭവം അവന് കൊടുക്കാതെ അവനെ കൊല്ലണം എന്ന് പിശാച് ആഗ്രഹിച്ചു. ആ പിശാചിന്റെ ആഗ്രഹത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ച് മരണത്തിൽ നിന്ന് അവൻ പ്രാർത്ഥന കേട്ടാണ്. സഹോദരന്മാരെ, അവൻ അങ്ങനെ പ്രാർത്ഥിച്ചത് അവൻ ഒരു മാതൃകാ പുരുഷനായിരുന്നുകൊണ്ടാണ്. എന്നെക്കുറിച്ചും നമ്മെക്കുറിച്ചും അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ലെവലിൽ നാം വന്നിട്ടില്ലെങ്കിൽ, ദൈവം ഉദ്ദേശിച്ച രീതിയിൽ നാം എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കർത്താവെ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണീര് വരട്ടെ, കണ്ണീര് ഒഴുകട്ടെ, നമ്മുടെ ഹൃദയം തകരട്ടെ. യേശു കർത്താവിന്റെ ആ അനുഭവം നമ്മുടെ അനുഭവമായിട്ട് മാറട്ടെ. പൗലോസ് റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ, ഞാൻ പ്രാർത്ഥനയിൽ പോരാടുന്നത് പോലെ നിങ്ങളും എന്നോട് കൂടെ പ്രാർത്ഥനയിൽ പോരാടണം. റോമർ 15-31 ഞാൻ വായിച്ചത്. റോമർ 15-31 എന്താ? ഞാൻ പ്രാർത്ഥനയിൽ പോരാടുന്നത് പോലെ നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥനയിൽ പോരാടണം, പോരാടിക്കൊണ്ടേയിരിക്കണം. അവിടെ ഗ്രീക്ക് വായിച്ചാൽ അറിയാം, കണ്ടിന്യൂ ടു സ്ട്രൈവ് വിത്ത് മീ ഇൻ പ്രയർ. അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, ഇമ്പരേറ്റീവ് ആണ്, അത് കൽപ്പനയാണ്. പോരാടണം എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് കൽപ്പനയായിട്ട് നമുക്ക് തോന്നുന്നില്ല. പോരാടുവീൻ, എന്നോട് ചേർന്ന് പ്രാർത്ഥനയിൽ പോരാടുവീൻ അല്ല, പോരാടിക്കൊണ്ടിരിപ്പീൻ. ഒരു കാര്യം ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഉത്തരം ലഭിക്കുന്നത് വരെ പോരാടിക്കൊണ്ടിരിക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ് നാം ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രാർത്ഥനയിൽ പോരാടാത്ത ഒരു വിശ്വാസി കൽപ്പന ലംഘിച്ച് ജീവിക്കുന്നവനാണ്. ഇന്ന് രാത്രി നമുക്ക് തീരുമാനിക്കാം, കർത്താവെ, പ്രാർത്ഥനയിൽ പോരാടുവാൻ എനിക്ക് കൃപ തരണമേ. യേശു കർത്താവിന്റെ മാതൃക പിൻപറ്റുവാൻ എനിക്ക് കൃപ തരണമേ.
കർത്താവെ, ആ പ്രസവ വേദനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ എനിക്ക് കൃപ തരണമേ. തകർന്ന ഹൃദയത്തോടു കൂടെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കൃപ തരണമേ. ആ പോരാടണം എന്നുള്ള വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്ക് ലൂക്കോസ് 22:44. ലൂക്കോസ് 22:44 അവൻ പ്രാണവേദനയിലായി എന്ന് വായിക്കുന്നു. ലൂക്കോസ് 22:44 പ്രാണവേദനയിലായി എന്ന് എഴുതിയിരിക്കുന്ന മലയാളം വാക്ക് അതേ ഗ്രീക്ക് വാക്കാണ് റോമർ 11:31 പോരാടണം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ പ്രാണവേദനപ്പെടുക. ആ അനുഭവം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ മാടി വിളിക്കുകയാണ്. പൈതലെ, വരിക, എന്റെ സന്നിധിയിൽ കാത്തിരിക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ ഭൂമിയിൽ നിറവേറണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടാതെ കഴിയില്ല. കാരണം പിശാച് എന്റെ ഹിതം ഈ ഭൂമിയിൽ നടക്കണം എന്ന് അനുവദിക്കുന്നില്ല. അവൻ ഈ ഭൂമി അവന്റെ കൈകളിലാണ്, ഈ ദുഷ്ടന്റെ കൈകളിൽ ഇരിക്കുന്നു. 1 യോഹന്നാൻ 5:19. This world is under the power of the evil one. He does not want the will of God to be achieved here. And if the will of God is to be achieved, we have to strive in prayer, or we have to agonize in prayer, so that by agonizing in prayer we are striving against the forces of evil. ഇത് സംഭവിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണഹിതം നിറവേറുകയില്ല. എന്റെ ജീവിതത്തിൽ, നമ്മുടെ സഭയുടെ ജീവിതത്തിൽ, ഈ ലോകത്തിൽ ദൈവത്തിന്റെ പരിപൂർണഹിതം നിറവേറണമെങ്കിൽ നാം പ്രാർത്ഥനയിൽ പോരാടാതെ തരമില്ല. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വലിയൊരു അവസരം തന്നിരിക്കുകയാണ്. നമുക്ക് വേറെ ജോലികളൊന്നുമില്ല. അറയിൽ പ്രവേശിക്കുക, വാതിലടയ്ക്കുക, എന്നിട്ട് ദൈവസന്നിധിയിൽ കർത്താവേ, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ, യേശു കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ തരണമേ. ആ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കൃപ തരണമേ. ആ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിൽ പോരാടുവാൻ, വ്യാകുലപ്പെടുവാൻ, പ്രാണവേദനയാകുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ധൈര്യമായിട്ട് ഈ പ്രാർത്ഥനയിൽ പോരാടി കഴിയുമ്പോ ഏലിയ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ മഴ പെയ്യുകയില്ല എന്ന് പറയട്ടെ. അത്ര ധൈര്യം എവിടുന്ന് വന്നു? ഏലിയാവിന് മനസ്സിലായി ദൈവത്തിന്റെ ഹിതം ഇന്നതാണെന്ന് മനസ്സിലായി. ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള നിലയ്ക്ക് അവന്റെ സന്നിധിയിൽ കാത്തിരുന്ന് ഹിതം മനസ്സിലാക്കി പിശാചിനോട് പോരാടുവാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ നമുക്ക് ഏലിയാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് അവിടെ വായിക്കുവാനുണ്ട്. ഞാൻ ഇത് പഠിച്ചത് ഞാൻ പറഞ്ഞല്ലോ, കുറുമ്പ ഗ്രാമത്തിൽ ചെന്നപ്പോഴാണ്. കുറുമ്പ സ്ത്രീകൾ ഇന്നും പ്രസവിക്കുന്നത് ആ പിത്തള പ്ലേറ്റിന്റെ മേളിലാണ് എന്നുള്ളത് മറന്നുപോയത്. നമുക്ക് ഗലാത്യർ 4:19 വായിക്കാം. ഗലാത്യർ 4:19. ഗലാത്യർ 4:19. ഗലാത്യർ 4:19. ഗലാത്യർ 4:19. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെട്ടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. പൗലോസ് തന്റെ അനുഭവം പറയാണ്. എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ എന്തു ചെയ്യുകയാണ്? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുകയാണ്. ഇന്ന് കുഞ്ഞുങ്ങൾ ജനിക്കാത്തതിന്റെ കാരണം, ആത്മീയ കുഞ്ഞുങ്ങൾ നമുക്ക് ജനിക്കാത്തതിന്റെ കാരണം പ്രസവവേദനപ്പെടുന്ന മാതാക്കളില്ല എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നു, ജസ്റ്റിസ് അങ്കിൾ ജീവനോടെ ഇരുന്നപ്പോൾ കാലത്ത് സ്റ്റുവർട്ട് മാഗസിന്റെ ഒരു ഇഷ്യൂവിന്റെ അകത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതി: "We do not have new spiritual births because no agonizing mothers." നമുക്കിന്ന് പുതിയ ആത്മീയ പ്രജകൾ ജനിക്കാത്തതിന്റെ കാരണം പ്രസവ വേദനപ്പെടുന്ന മാതാക്കളില്ല എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാം, കർത്താവേ, എനിക്കൊരു കുഞ്ഞിനെ തരണമേ, എനിക്കൊരു ആത്മീയ പൈതലിനെ തരണമേ. ഞാൻ തനിയാ സ്വർഗത്തിൽ ചെല്ലുവാൻ എനിക്ക് ആഗ്രഹമില്ല, വരുവാൻ ആഗ്രഹമില്ല. ഞാൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ ലജ്ജിതനാകുവാൻ എനിക്ക് ആഗ്രഹമില്ല. ചിലരെ തീയിൽ വലിച്ചെടുക്കുവാൻ കൽപ്പനയുണ്ട്.
ആ കൽപ്പന അനുസരിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ ദൈവം തന്റെ ഹിതം മനസ്സിലാക്കി തരികയും പിശാചിനോട് പോരാടുവാൻ ശക്തി തരുകയും നമുക്ക് ആ പ്രാണവേദനപ്പെടുവാനുള്ള, ആ പ്രസവവേദനപ്പെടുവാനുള്ള, പോരാടുവാനുള്ള ശക്തി നമുക്ക് തരുകയും ചെയ്യും എന്നതിൽ സംശയമില്ല. ഇന്ന് രാവിലെ, ഇന്ന് സായങ്കാലത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? സകല ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരിയായവൻ മരിച്ചു. സകലരും രക്ഷിക്കപ്പെടണം എന്നുള്ളത് അവന്റെ നിർണയമാണ്. നമ്മൾ ആദ്യത്തെ ദിവസം വായിച്ചല്ലോ, 2 പത്രോസ് 3 ആരും നശിച്ചു പോരുത്, അവൻ നമ്മുടെ ചുറ്റുപാടുള്ള സകലർക്ക് വേണ്ടി രക്തം ചിന്തിയതാണ്. അവൻ സകല ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരി, പ്രായശ്ചിത്തമാണെന്ന് 1 യോഹന്നാൻ 2:2. അവന്റെ ഹൃദയം തകരുകയാണ്. പിശാചിന്റെ പിടിയിൽ നിന്ന് അവരെ കാണുമ്പോൾ യേശു കർത്താവിന്റെ ഹൃദയം തകരുകയാണ്. കാരണം അവർക്ക് വേണ്ടിയും അവൻ രക്തം ചിന്തിയതാണ്. പിശാച് അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പിശാച് കോട്ടയ്ക്കുള്ളിലാക്കിയിരിക്കുകയാണ്. ആ കോട്ടയ്ക്കുള്ളിൽ നിന്ന് നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ അതിന്റെ 3-4 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോടിന്റെ ആയുധങ്ങളും ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ. ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ആയുധങ്ങൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിശാച് ലോകത്തിലെ ജനങ്ങളെ പല പല കോട്ടയ്ക്കുള്ളിലാക്കിയിരിക്കുകയാണ്. ചിലരെ ആക്കിയിരിക്കുന്നത് ദാരിദ്ര്യം എന്നുള്ള കോട്ടയാണ്, ചിലരെ ആക്കിയിരിക്കുന്നത് മദ്യം എന്നുള്ള കോട്ടയിലാണ്, ചിലരെ ആക്കിയിരിക്കുന്നത് പണം എന്നുള്ള കോട്ടയിലാണ്, ചിലരെ ആക്കിയിരിക്കുന്നത് മതം എന്നുള്ള കോട്ടയിലാണ്, ചിലരെ ആക്കിയിരിക്കുന്നത് നിരീശ്വരവാദം എന്നുള്ള കോട്ടയിലാണ്. പല കോട്ടയ്ക്കുള്ളിലാണ് ദൈവം പിശാച് മനുഷ്യരെ ആക്കിയിരിക്കുന്നത്. അവർ കോട്ടയ്ക്കുള്ളിലാണ്. ഈ കോട്ടയുടെ വെളിയിൽ നിന്നുകൊണ്ട് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ ഈ കോട്ടയ്ക്കുള്ളിലിരിക്കുന്ന ആളുകൾക്ക് അത് കാണുവാനോ കേൾക്കുവാനോ കഴിയുകയില്ല. അപ്പൊ നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ആ കോട്ടകളെ ഇടിക്കണം. ആ കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ള ആയുധമാണ് നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നത്. ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ആ ആളിനെ ബന്ധിച്ചിരിക്കുന്ന ആ കോട്ട ഇടിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്നതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു കാര്യം വീണ്ടും വീണ്ടും പറയാം. എന്താണ് പറയുന്നത്? ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇല്ല എന്ന് ദൈവം പറയുകയില്ല. എന്നാൽ ഒരു വലിയ പോരാട്ടമായിരിക്കും. കാരണം എന്താണ്? ആ ആൾ സ്വന്തമായിട്ട് തീരുമാനിക്കണം. ആ ആൾ സ്വന്തമായി തീരുമാനിക്കത്തക്കവണ്ണം ദൈവം സാഹചര്യങ്ങളെ മാറ്റും. എന്നാൽ ദൈവം നിർബന്ധിക്കുകയില്ല. ദൈവം ആ സാഹചര്യങ്ങളെ മാറ്റുമ്പോൾ ആ സാഹചര്യങ്ങളുടെ അനുസരിച്ച് താൻ മാറ്റപ്പെടുന്ന ഒരനുഭവം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ. കോട്ടകളെ ഇടിക്കുന്ന അനുഭവം, പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന്, കോട്ടകളിൽ നിന്ന് ചിലരെ തീയിൽ വലിച്ചെടുക്കുന്ന അനുഭവം, ആ അനുഭവം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം നിറവേറുകയുള്ളൂ. ചിലരെ തീയിൽ നിന്ന് വലിച്ചു രക്ഷിക്കാൻ കർത്താവ് നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. സഹോദരന്മാരെ, തനിയെ സ്വർഗത്തിൽ ചെല്ലുവാൻ അനുവാദമില്ല. ഇത് സ്വാർത്ഥമായിട്ട് അനുഭവിക്കേണ്ടതല്ല. സകല ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരിയായി സകലരുടെയും പാപം അവൻ ക്ഷമിച്ചു. എന്നാൽ അവർ സ്വീകരിച്ചില്ലെങ്കിൽ അതവർക്ക് സ്വന്തമാകുകയില്ല. സർക്കാർ ഇപ്പോ സകല ലോകത്തെയും ക്ഷമിച്ചു, എന്നാൽ അത് സ്വന്തമാക്കേണ്ടത് അവരവരുടെ കർത്തവ്യമാണ്. അവരവരുടെ കർത്തവ്യം നിറവേറ്റിയെങ്കിൽ മാത്രമേ അത് സ്വന്തമാകുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതിന് പിശാച് അവരെ തളച്ചു വെച്ചിരിക്കുകയാണ്, കോട്ടയ്ക്കുള്ളിലാക്കി വെച്ചിരിക്കുകയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 2 കൊരിന്ത്യർ 4:4 വായിക്കുന്നു, അവരന്ധരാണ്, അവർക്ക് കാണാൻ കഴിയുന്നില്ല. അവരുടെ അന്ധത മാറ്റേണ്ടത്, ആ കോട്ടയെ ഇടിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പൊ ചിലരൊക്കെ നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ വീട്ടിലുള്ളവർ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ അവരുടെ ചുമതല വേറെ ആർക്കുമല്ല, നമുക്കാണുള്ളത്. മറന്നു പോരുത്. എന്റെ വീട്ടിലുള്ളവർ, എന്റെ സ്വന്തത്തിലുള്ളവർ, എന്റെ സ്നേഹിതർ, എന്നെ കാണുവാൻ വരുന്നവർ, അവർ നരകത്തിന് അവകാശികളായെങ്കിൽ അതിന്റെ പൂർണ്ണ ചുമതല നമുക്കാണുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി, കർത്താവേ,
ആ കോട്ട ഇടിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവന്റെ അന്ധത മാറ്റുവാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവന്റെ അന്ധത മാറ്റും. പിതാവ് ആകർഷിച്ചല്ലാതെ ആരും എന്റെ അടുക്കൽ വരുന്നില്ല. പുത്രൻ പറഞ്ഞു നേരെ, പിതാവ് ആരെ ആകർഷിക്കും? നമുക്ക് ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരെ ഒക്കെ പിതാവ് ആകർഷിക്കും. നാം ഒരു കാര്യം മനസ്സിലാക്കി, ഇന്ന് ഏലിയാവിന്റെ മാതൃകയാണ് നാം കണ്ടത്. ഏലിയാവ് നമ്മെ പോലെ പാടുള്ള മനുഷ്യനായിരുന്നു, സമ സ്വഭാവം. He was a man of like passions. അത് ഒരു ശരിയായിട്ടുള്ള തർജ്ജമയല്ല. ലൈക്ക് സഫറിങ്സ്. നമ്മെ പോലെ വിശപ്പുള്ളവൻ, നമ്മെ പോലെ ദാഹമുള്ളവൻ, നമ്മെ പോലെ വെറും സാധാരണ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ പഠിച്ചവനായിരുന്നു. മുട്ടിന്റെ ഇടയിൽ തലവെച്ച് പ്രസവ വേദനപ്പെടുന്ന സ്ത്രീയെ പോലെ പ്രസവ വേദനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ പഠിച്ച ഒരാളായിരുന്നു ഏലിയാവ്. വെറും സാധാരണക്കാരൻ ഒരു മനുഷ്യൻ. അവൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഴ വരിക. വീണ്ടും പ്രാർത്ഥിച്ചു, ആകാശം തുറന്നു. ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ടുഡേ ഈസ് മാൻസ് ഡേ. ഇത് നമ്മുടെ യഹോവയുടെ നാൾ വരുന്നു. അന്ന് അവൻ തീരുമാനിക്കും. ഇന്ന് തീരുമാനിക്കേണ്ടത് ആരാ? ഇന്ന് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഞാൻ സ്വർഗത്തിൽ പോകണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഇന്ന ആളുകൾ സ്വർഗത്തിൽ പോകുമോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാരാണ്. അവർക്ക് തീരുമാനിക്കാൻ കഴിയില്ല. കാരണം അവരുടെ അന്ധരാണ്, അവർ കോട്ടയ്ക്കുള്ളിലാണ്. പക്ഷെ ആ കോട്ട ഇടിക്കേണ്ടത് ആരുടെ കർത്തവ്യമാണ്? നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ സ്നേഹിതർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, അവർ നിത്യ നരകത്തിന് അർഹരാകുന്നുവെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണെന്നുള്ളത് മനസ്സിലാക്കി കർത്താവിനോട് കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. കർത്താവെ, പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കരയുവാൻ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവിന്റെ മാതൃക പിൻപറ്റുവാൻ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. ഏലിയാവിനെ പോലെ, പൗലോസിനെ പോലെ പ്രസവ വേദനപ്പെടുവാൻ, ക്രിസ്തു അവരിൽ ഉരുവാകുവോളം പ്രസവ വേദനപ്പെടുവാൻ എനിക്ക് കൃപ തരണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷം, സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. നമ്മളെയൊക്കെ ബിസിയാക്കി, പിശാച് വളരെ ബിസിയാക്കി. ഇനി ബിസിയാണെന്ന് പറയാനില്ലല്ലോ. 24 മണിക്കൂർ നമ്മുടെ കരങ്ങളിലുണ്ട്. നമ്മുടെ റൂം അടച്ച് ഒരു റൂമിൽ പോയിരുന്ന് രഹസ്യമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്ന്, കർത്താവേ, അവിടുത്തെ ഹിതം എനിക്ക് മനസ്സിലാക്കി തരണമേ. അവിടുത്തെ ദാസന്മാരെ പോലെ അവിടുത്തെ ഹിതം മനസ്സിലാക്കി അങ്ങയോട് കൽപ്പിക്കുവാൻ, അങ്ങയോട് പറയുവാൻ എനിക്ക് കൃപ തരണമേ. അത് നടന്നില്ലെങ്കിൽ അവിടുത്തെ ഹിതം ഈ ഭൂമിയിൽ നിറവേറും. ഓർക്കുന്നുണ്ടല്ലോ, പൗലോസ് 2 പ്രാവശ്യം തെസ്സലോനിക്ക് പോകാൻ ആഗ്രഹിച്ചു. പിശാച് ഞങ്ങളെ തടഞ്ഞു. അതുകൊണ്ടാണ് റോമാക്കാരോട് പറയുന്നത്, ഞാൻ അങ്ങോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. ഇനി പിശാച് തടയുവാൻ ഇടയാകരുത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥനയിൽ പോരാടുന്നത് പോലെ നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥനയിൽ പോരാടണം. സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിന്റെ പൂർണ്ണഹിതം എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയുടെ ജീവിതത്തിൽ, ലോകത്തിൽ നിറവേറുവാൻ പിശാച് അനുവദിക്കുന്നില്ല. എന്നാൽ ആ തടസ്സങ്ങളെ മാറ്റേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് അവന്റെ ഹിതം മനസ്സിലാക്കി, കർത്താവേ, ഇതാണ് അവിടുത്തെ ഹിതം, ഇതിനപ്പുറത്തൊന്ന് നടക്കുവാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ്, ആ യാക്കോബ് പറഞ്ഞ പോലെ, നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറയത്തക്കവണ്ണം മുറുകെ പിടിക്കുവാൻ, അവനെ മുറുകെ പിടിക്കുവാൻ, പിശാചിനോട് പോരാടുവാൻ, പ്രസവവേദനപ്പെടുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, വാചനത്തോടെ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.